ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. തമിഴ്നാടിന് സ്വയംഭരണ അവകാശം അപ്പോൾ പ്രമേയം നിയമസഭയിൽ സ്റ്റാലിൻ പാസ്സാക്കി. അപ്പോൾ സംസ്ഥാനങ്ങളുടെ നിയമങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാകുന്നതെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. അതായത് കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ നിയമങ്ങളിൽ കൈ കടത്തുന്നു. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തമിഴ്നാട് സ്വയംഭരണാവകാശം പ്രമേയം പാസ്സാക്കിയത്. അതിനെ തുടർന്നൊരു ഉന്നതതല സമിതിയും രൂപീകരിച്ചു. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയാണ് സ്റ്റാലിൻ രൂപീകരിച്ചത്. ഈ സമിതി 2026 ജനുവരിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയും 2028 ഫുള്ളായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് സ്റ്റാലിൻ തമിഴ്നാട് നിയമസഭയിൽ പറഞ്ഞത്. മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ഗവർണറും തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രഖ്യാപനം എന്നതും അല്ലെങ്കിൽ ഈ ഒരു പ്രമേയം പാസ്സാക്കിയത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണെന്ന് പറയാം. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയും സ്റ്റാലിനും തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസം തുടരുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു നിയമം പാസ്സാക്കിയെടുത്തതും. ഏതായാലും സംസ്ഥാനങ്ങൾക്ക് അവരവരുടെ നിയമങ്ങൾ സംരക്ഷിക്കുവാനായിട്ടുള്ള അവകാശമുണ്ടെന്നും അതിനുവേണ്ടിയാണ് ഈ ഒരു പ്രമേയം പാസ്സാക്കിയത് എന്നതുമാണ് സ്റ്റാലിൻ പറഞ്ഞത്. ഏതായാലും തമിഴ്നാട് ഇത് ആദ്യ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്നറിയില്ല. ഏതായാലും പണ്ട് തൊട്ടേ തമിഴ്നാട് അങ്ങനെയാണ് ഒരു സ്വതന്ത്ര രാജ്യം അല്ലെങ്കിൽ തമിഴ് ദേശീയ ഭാഷയാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു ലൈനാണ് പണ്ട് തൊട്ടേ തമിഴ്നാട്. ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിന് അച്ഛൻ ചെയ്തിരുന്നു. 1974 കരുണാനിധി ഇതുപോലൊരു പ്രമേയം നിയമസഭയിൽ 1974 പാസ്സാക്കിയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹവും ചെയ്തിരിക്കുന്നത്. ഏതായാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം 2026 ഇലക്ഷൻ എന്നത് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടൊരു ഇലക്ഷനാണെന്ന് പറയും. കാരണം വിജയുടെ വരവോടും കൂടി ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ADMKയും BJPയുടെയും കൂട്ടുകക്ഷിയും, അതോടൊപ്പം വിജയുടെ TVK പാർട്ടിയും സീമാൻ്റെ പാർട്ടിയും, അതോടൊപ്പം ആകെ മൊത്തത്തിലൊരു ഇന്ത്യയിലെ തന്നെ ഒരു ത്രില്ലിംഗ് പൊളിറ്റിക്സ് ആയിരിക്കും തമിഴ്നാട്ടിൽ നടക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഇലക്ഷൻ ആയിരിക്കും. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാവണം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയതും. ഏതായാലും 2028 ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ സമയത്ത് ഇനി DMK ഭരിക്കുമോ അതോ ADMK BJP സഖ്യം ഭരിക്കുമോ എന്ന് കണ്ടറിയാം. ഏതായാലും 2026 ഭരണമാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ DMK തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നും അറിയില്ല. BJP സഖ്യമായതുകൊണ്ട് തന്നെ ADMK BJP സഖ്യമായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ BJPയോടൊരു താല്പര്യക്കുറവുണ്ട്. അത് ചിലപ്പോൾ ADMKയും ബാധിച്ചേക്കാം. പിന്നെ വിജയുടെ വരവും കുറച്ച് വോട്ടുകൾ പിടിക്കും. ഏതായാലും നല്ലൊരു ത്രില്ലിങ്ങിലാണ് തമിഴ്നാട് പൊളിറ്റിക്സ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2026 നല്ലൊരു ത്രില്ലിംഗ് ഇലക്ഷൻ ആയിരിക്കും. അവിടെ ടൈറ്റ് ഇലക്ഷൻ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സ്വയംഭരണാവകാശ പ്രമേയം സ്റ്റാലിൻ നിയമസഭയിൽ പാസ്സാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.